രേണുസുതി മനഃപൂർവ്വം ഈ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴും കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോ കുറച്ചാളുകൾ തെറി വിളിച്ചു, കുറച്ചാളുകൾ സത്യമാണെന്ന് പറയുന്നു, കുറച്ചാളുകൾ പറയുന്നത് രേണുസുതിയുടെ ഈ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളാണ്. ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇനി അഭിനയിക്കുന്നതാണോ? ഇന്നും അതേ സംശയങ്ങൾ ആളുകൾക്ക് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇതാ കിച്ചു ഇത്രയും നാളൊന്നും മിണ്ടിയില്ലല്ലോ, മിണ്ടിയിട്ടുണ്ട്, കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണേലും ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. വെരി ഗുഡ്. എങ്ങനെയുണ്ട്? വാ തുറന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് രേണുവിനെ അറിയാം. അവൻ മിണ്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ പയ്യൻ എന്തിനാ മാറിയെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കിത് അറിയാമായിരുന്ന കാര്യം കൂടിയാണെന്നുള്ളതാണ്. പക്ഷെ അവൻ ആ തെളിവോടുകൂടി പറയും, അത് കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ്. രേണുവിന്റെ കാട്ടിക്കൂട്ടലുകള് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഇത് ഏത് രീതിയിൽ എടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ നിരന്തരം നമ്മൾ ചോദിച്ചു. രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളായതുകൊണ്ട് പല ആളുകളും മിണ്ടാതിരിക്കാറുണ്ട് അല്ലെ? അങ്ങനെ മിണ്ടാതിരിക്കേണ്ട ആവശ്യം ഈ കഥയിലില്ല. ഈ കഥയിൽ അതിന്റെ ആവശ്യമില്ല. രേണുസുതിയെ ടാഗ് ചെയ്തൊരു വീഡിയോ അവരുടെ പ്രൊഫൈലിൽ ഇട്ടതാണ് ആ പയ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആളുകളുടെ കമന്റിന്റെ അടിസ്ഥാനത്തിലാണോ നീ പോയി കാണേണ്ടത് എന്നുള്ളത്. കഴിഞ്ഞില്ല, നിങ്ങൾ മുഴുവൻ കാണി. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഇതേപോലെ അണ്ണാക്കിൽ അടിച്ചങ്ങ് കൊടുക്കണം, അത്ര എനിക്കും പറയാനുള്ളൂ. കിച്ചുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കുറെ കൂതറകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കുറെ അമ്മച്ചിമാര് രേണുവിന്റെ ഇപ്പത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മാത്രം കൂടിയവരാണ്. പണ്ട് തെറി വിളിച്ച ആളുകളൊക്കെ ഒറ്റയടുക്കി രേണുവിനെ പുണ്യാളത്തിയാക്കിയില്ലേ? ഞാൻ മാത്രമാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് വിട്ടുമാറാത്ത ആള്. ബാക്കിയുള്ള എല്ലാവരും സ്റ്റാൻഡ് വിട്ടുപോയ ആളുകളാണ്. ഇനി വീണ്ടും കിച്ചുവിന്റെ ഈ വീഡിയോ എടുത്ത് വന്നിട്ട് അവർ റിയാക്ട് ചെയ്യും. കാരണം വേറെ നിവർത്തിയില്ല, അവർക്ക് ഇത് റിയാക്ട് ചെയ്തേ ഒക്കുള്ളൂ. അതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. രേണുവിന്റെ ഈ കാട്ടിക്കൂട്ടലുകൾ അന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? ഋതപ്പൻ നാളെ വളർന്നു വലുതായി വരുന്നുണ്ട് മക്കളെ. ഈ വീഡിയോസ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് മക്കളെ. ഇതാ പയ്യൻ കാണും, അമ്മ അതാ ഇങ്ങനെ പണിയെടുത്തുണ്ടാക്കിയതാണ് ഈ പൈസ മൊത്തം എന്ന് അവൻ മനസ്സിലാക്കുന്ന ആ നിമിഷം, അവന്റെ സ്കൂളിലുള്ള കുട്ടികൾ അവനെ കളിയാക്കുന്ന ഒരു നിമിഷം, ആ നിമിഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. രേണു പറഞ്ഞല്ലോ, രോഗാവസ്ഥ മനസ്സിലായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ പണിയെടുക്കാൻ തുടങ്ങിയെന്നുള്ളത്. രോഗം മനസ്സിലായി, ഇനി സമ്പത്ത് വേണം. അതിന് അറിഞ്ഞുകൊണ്ടാണ് സബ് തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. 7.5 ലക്ഷം രൂപയുടെ മുകളിലാണ് അവർക്ക് ഒരു മാസം കിട്ടാൻ പോകുന്നത്. 7.5 ലക്ഷം രൂപയുടെ മുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പൊ ചില്ലറ കളിയൊന്നുമല്ല ഇത്. പൈസ ഉണ്ടാക്കാൻ നല്ല വ്യക്തമായിട്ട് അറിയാം. ഇപ്പോ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്നും രേണുവിന് അറിയാം. ഒരുപാട് ആളുകൾ ഇപ്പൊ സഹായമായിട്ട് വരുന്നുണ്ടല്ലോ. ഈ സഹായമായിട്ട് വരുന്ന ആളുകളുടെ പൈസ അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ചില വീഡിയോയിലൊക്കെ വെറുതെ ഒരു കാര്യമില്ലാതെ ചില ആക്ഷനുകൾ കാണിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. പാട്ട് പാടുമ്പോ യാതൊരു കുഴപ്പമില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് മാത്രമല്ല കേട്ടാ, ഇപ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവരുണ്ടാക്കിയെടുത്തതാ. ഈ പയ്യന് എത്രത്തോളം സങ്കടം ഉണ്ടായിന്ന് മനസ്സിലായില്ലേ? അമ്മയെ വിളിച്ച് പറയണം, അമ്മേ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തതിൽ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, എനിക്ക് 2.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പൈസക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാ. പിന്നെ ശ്രീതു തന്നെ ഒരു കാര്യം പറഞ്ഞു, 15 വയസ്സിലൊന്നല്ല അസുഖം കണ്ടെത്തിയത്. അസുഖം കണ്ടെത്തിയിട്ട് 3 മാസം 4 മാസം ആവുന്നുള്ളൂ. അത് ഇവിടെയുള്ള യൂട്യൂബർമാർ കുറെ ആളുകൾ പുറത്ത് കൊണ്ടുവന്നില്ല. അതേ സമയത്ത് തന്നെയാണ് ഇത് അറിഞ്ഞത്. പിന്നെ ബഹറിൽ പോയിരുന്ന സമയത്ത് ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തു പോയി. ബഹറിൽ എത്തിയതിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. ഒന്നും നോക്കിയില്ല, തിരിച്ചു വന്നു. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അതിന്റെ മുകളിൽ കിടന്ന് കുത്തി മാറേണ്ട കാര്യമൊന്നുമില്ല. രേണുവിന്റെ അസുഖം മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കൽ മാത്രമേ ഈ സമയത്ത് നടക്കുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവർ പൈസ ചെലവാക്കുന്നുണ്ട്, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, അത് ഉപയോഗിച്ചുള്ള അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അതൊരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ കിച്ചു വാ തുറന്നപ്പോ എല്ലാവർക്കും സമാധാനമായില്ലേ? ആ ചെക്കന്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേട്ടപ്പോ സന്തോഷമായില്ലേ? അപ്പൊ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവൻ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മൾ കാലങ്ങളായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇനി നട്ടല് പണയം വെക്കാത്ത ഏതെങ്കിലും വ്ളോഗേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ നട്ടല് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക, എന്നിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുള്ളതാണ്. രേണുവിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആളുകളൊക്കെ തിരിഞ്ഞു, ഒറ്റയടിക്ക് തിരിഞ്ഞു. എന്താണോ നിങ്ങളൊന്നും നന്നാവാത്ത എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. രേണുവിന്റെ അസുഖം മാറും, മാറാതിരിക്കില്ല. ICUലായി എന്നുള്ള ഒരു കഥ അത് ഒരുപാട് ആളുകൾ അറിഞ്ഞു. അത് സജീന പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ അറിയുന്നത്. പക്ഷെ ഓൾറെഡി ബിജു അടിമാലി ഒരു കാര്യം പറയാണ്, അത് നോർമലാണ്. ഛർദിച്ചു ഒരു കാര്യം വന്നപ്പോ, ഒരു തലവേദന കാര്യം വന്നപ്പോ ഒന്ന് ICUയിൽ കയറ്റി ഇറക്കി, ഇത്രേ ഉള്ളൂ. ഇനി അതിനെ പെരുപ്പിച്ച് കാണിക്കാൻ രേണുവിന്റെ കയ്യിൽ കൃത്യമായി നല്ലൊരു എഡിറ്ററൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ വീഡിയോ എടുക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോന്റെ ഏറ്റവും അവസാനം വരുന്ന കിച്ചുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിടുന്നു. കിച്ചു എന്നെ കാണാൻ വന്നില്ല. കിച്ചു കാണാൻ വരാത്ത എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ കിച്ചു തന്നെ പറഞ്ഞു. അവിടെ കയറാൻ കഴിയില്ല, ആശുപത്രിയിൽ പോയാലും കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ദയവ് ചെയ്ത് എന്റെ പൊന്നുമക്കൾ ആ ചെക്കനെ തിന്നാട്ട് കൊടുക്കരുത്, അത്ര പറയുന്നുള്ളൂ. അത് എനിക്ക് രേണുവിനോട് അത് തന്നെ പറയാനുള്ളത്. ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ വരും. അങ്ങോട്ട് തന്നിട്ടുണ്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, അതിന് തിരിച്ച് ഇങ്ങോട്ടും തന്നു ചെയ്യുമെന്നുള്ളൊരു മെസ്സേജ്. കഴിഞ്ഞു. അതോടുകൂടി പിന്നെ ആ പയ്യൻ അങ്ങോട്ട് പോയി ചെല്ലേണ്ട കാര്യം എന്നുള്ളത് ഒരു കാര്യമില്ലടോ, ഒരു കാര്യമില്ല. ഇനി അവൻ പൈസ ഉണ്ടാക്കുന്നത് ഋതപ്പന് വേണ്ടിയിട്ടാണ്, ഋതപ്പനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവന്റെ കടമയാണ്, അത് അവൻ ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി പരമാവധി ഷെയർ ചെയ്യുക, നന്നായിട്ട് ഹൈപ്പും ചെയ്തോളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പ്രപ്പാൾ സൈനിങ് ഓഫ്. എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല.